ഗൈസ്, എന്തെല്ലാം വെച്ചാൽ എല്ലാവർക്കും സുഖം തന്നെയല്ലേ. അങ്ങനെ നമ്മൾ ആന്ധ്ര വിശാഖപട്ടണം നമ്മളൊരു സുഹൃത്തുണ്ട്, അവരെ വീട്ടിൽ കൂടലിന് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 1300 കിലോമീറ്റർ നമ്മൾ ഓടേണ്ടതുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഞാനും വൈഫും 2 മക്കളും കൂടി ഇറങ്ങിയതാണ്. അപ്പം നമ്മൾ ഇന്നോവ എടുത്തതിൻ്റെ ശേഷം എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ലോങ് ഒന്നും പോയില്ലേ, എവിടെ പോയി കറങ്ങാൻ. അപ്പം പിന്നെ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു യാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇവിടുന്ന് ബാംഗ്ലൂർ പോവും, ബാംഗ്ലൂർ ഒരു ആൾട്ട് എടുത്തിട്ട് അങ്ങനെയാണ് നമ്മൾ എന്തായാലും യാത്ര ചെയ്യുന്നത്. അപ്പം ബാംഗ്ലൂർ വരെ നമ്മളെ അളിയൻ ഫഹദ് കൂടെ ഉണ്ട്. ബാംഗ്ലൂർ ഓഫീസ് ആവശ്യമായിട്ട് അവനൊന്ന് ബാംഗ്ലൂർ വരെ വരുന്നുണ്ട്. അവനെ പിക്കപ്പ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ പിടിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ ഒടുങ്ങാക്കാട് മക്കാം എത്തി. അവിടെ ദർഗ കയറി സന്ദർശിക്കാൻ കഴിഞ്ഞില്ല. അവിടെ ചെറിയൊരു സംഭാവന പള്ളിക്ക് നൽകി നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. അങ്ങനെ നമ്മൾ ഒടുങ്ങാമ്പള്ളിയിൽ നിന്നും വിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഉച്ചഭക്ഷണം കഴിക്കണം. ഉച്ചഭക്ഷണം നമ്മൾ ക്യാരി ചെയ്തിട്ടുണ്ട്. നെയ്ച്ചോറും ചെമ്മീൻ ഫ്രൈയും എടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് നല്ലൊരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വയനാട് ചുരം കയറി തന്നെ ഒരു ലുലു മാള് കണ്ട്. ലുലു മാളിൻ്റെ അടുത്ത് നിർത്തി. ലുലു മാളിൽ നല്ല ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഭക്ഷണം കഴിക്കും. എന്തായാലും ലുലു മാളൊന്ന് ലീവ് ആയതുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ എന്തായാലും അവിടെ നല്ല സൗകര്യം ഉണ്ടായി. ആ വന്നു വരും, അത് മതി. ഓ ഇത് വേണ്ടല്ലോ, ഇതാ എനിക്ക് വേണ്ടല്ലോ. സ്പ്രൈറ്റ് വേണോ? അല്ല 7up വേണോ? ആണോ? അങ്ങനെ നമ്മളെ ഭക്ഷണ പരിപാടി കഴിഞ്ഞു. സാധനമൊക്കെ തിരിച്ച് പാക്ക് ചെയ്തു. നമ്മൾ വീണ്ടും യാത്ര തുടങ്ങാൻ പോവാണ്. ഐസ്ക്രീം ക്യാൻസൽ ചെയ്തു. ഓൾറെഡി 7up വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കുറേ ഓടാണ്ട്. അങ്ങനെ ഏകദേശം ചുരമൊക്കെ കയറി കൽപ്പറ്റൊക്കെ എത്താനായി നമ്മൾ പതുക്കെ നമ്മളെ ഡ്രൈവർ സീറ്റ് നമ്മളെ അളിയന് പാതാളിയനെ കൊടുത്തു. പാതാളിയൻ ഒരു ഒറിജിനൽ ഡ്രൈവറാണ്. വേണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഡ്രൈവർ എന്നൊക്കെ പറയാം. പട്ടാളത്തി ഡ്രൈവറാണ്. സിയാച്ചിന് ഹിമാചലിലൊക്കെ വണ്ടി ഓടിച്ച ആളാണ്. ആക്ച്വലി ശരിക്കും ചുരം കയറുമ്പോഴും കൊടുക്കേണ്ടി. പക്ഷേ ചുരം എനിക്ക് കയറ്റണം എന്നൊരാഗ്രഹം കൊണ്ട് ഞാൻ പിന്നെ ചോദിച്ചില്ല. ബാക്കിലാണ് നമ്മളെ സ്വന്തം ഭാര്യ സീറ്റൊക്കെ നല്ല സ്ലീപ്പിംഗ് മോഡിലേക്ക് ആക്കി നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങുന്നത് എണീച്ചുണ്ട് അല്ലേ. എന്തൊക്കെ എങ്ങനെയുണ്ട്? ക്ഷീണം പിടിച്ചു? ചായ വേണോ? ഓക്കെ. നമ്മളെ പൊന്നുമോളാണെങ്കിൽ ചെറിയൊരു വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉള്ളതിനെ കൊണ്ട് മുമ്പത്തേരെ ഇടയ്ക്കൊക്കെ നിർത്തുന്നുണ്ട്. ഒരടിയൊക്കെ അടിച്ചിട്ട് പിന്നെ കയറി ടർക്കിയൊക്കെ മൂടിപ്പോച്ച് കിടക്കുന്നുണ്ട്. ബാക്കിൽ നമ്മളെ മോനൊരു ചെറിയൊരു AC റൂമൊക്കെ വാടകയ്ക്കകത്ത് കിടക്കുന്ന മാതിരി. എടപ്പോ ഈ ബ്ലാങ്കറ്റ് പുറത്തിറങ്ങി. ഓക്കെ, നല്ല മൂഡിലാണുള്ളത്. എന്നാലും ഓക്കെ, കണ്ടിന്യൂ. അങ്ങനെ നമ്മൾ കൽപ്പറ്റ ടൗണിലെത്തിയിട്ടുണ്ട്. കൽപ്പറ്റ ടൗണായിട്ട് നമുക്ക് ഭയങ്കര ആത്മബന്ധമുള്ള സ്ഥലമാണ്. 2002 ആർമിയിൽ സെലക്ഷന് വേണ്ടി ആദ്യ റിക്രൂട്ട്മെൻറ്റ് അറ്റൻഡ് ചെയ്തതും സെലക്ഷനായതും എല്ലാം ഈ കൽപ്പറ്റ ടൗണിൽ വെച്ചിട്ടാണ്. ഇവിടെ ടൗണിൽ നിന്നും കുറച്ചും കൂടെ ഔട്ടറിലായിട്ട് SKMG ഹൈസ്കൂളുണ്ട്. അവിടെ നിന്നാണ് ഞാൻ സെലക്ഷനായത്. അപ്പം എപ്പോഴും ആ ഒരു ബന്ധം നമുക്ക് കൽപ്പറ്റയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷെംനൂസ് വേൾഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അങ്ങനെ നമ്മുടെ കൽപ്പറ്റ SKMG ഹൈസ്കൂളാണ് നമ്മുടെ വലതുഭാഗത്തായിട്ട് കാണുന്നത്. SKMG
KMJ സ്കൂളിൻ്റെ ഗ്രൗണ്ട് ഓടിയ സ്ഥലം. അന്ന് കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ ജില്ലാതല യോഗം ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പോയത്. തിരക്കില്ലേ? അതാണ് റോഡിലൊക്കെ പോയി. നമ്മളെ പരിപാടികളുണ്ട്. ഇതിലേന് എൻട്രൻസ് ഈ സ്ഥലത്തൂടെ ഇതിലേന് എൻട്രൻസ് ഇതിലേന് എൻട്രൻസ്. ഒരു വേറൊരു സുഖമാണ് ജീപ്പൊക്കെ തള്ളുമ്പോൾ. നമ്മളിപ്പോ സുൽത്താൻ ബാറ്ററിയിൽ കൂടെയാണ് കടന്നു പോകുന്നത്. സുൽത്താൻ ബത്തേരി കേരളത്തിലെ ഏറ്റവും നല്ല മുനിസിപ്പാലിറ്റി എന്നുള്ള പേരുള്ള ഒരു മുനിസിപ്പാലിറ്റിയിലൂടെ നമ്മൾ കടന്നു പോകുന്നു. എല്ലാ റോഡ് സൈഡിലും ഫ്ലവേഴ്സ്, ചെടികൾ, റോസാപ്പൂക്കളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. റോഡിൻ്റെ മുകളിൽ നമുക്കൊരു കച്ചറയും കാണാനുണ്ടാവില്ല. വേണമെങ്കിൽ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അങ്ങനെ കച്ചറ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫൈനാണ്. അങ്ങനെ നമ്മൾ കേരള കർണാടക ബോർഡർ എത്തി. മുത്തങ്ങ ചെക്ക് പോസ്റ്റ് എത്തി. എല്ലാവരും ഒരു ചായ കുടിക്കണം. നല്ല ഒരു ചായ കുടിക്കാനുള്ളൊരു പ്ലാനിങ്ങിലാണ് നമ്മൾ. വീണ്ടും ഒരു ടീ ബ്രേക്ക്. നമ്മൾ ടെൻഷനായിട്ട് പോകുമ്പോൾ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഓർമ്മ അതാണിത്. ഹോട്ടൽ ഹിബ. ചായയും പഴംപൊരിയും കഴിക്കാൻ വേണ്ടി കയറിയതാ. നമ്മള് ബീഫും പൊറോട്ടയും എത്തി. എന്താണെന്ന് അറിയില്ല. മസാല അവരോട് ചോദിക്കണം എന്നാ മസാല അല്ലേ? ഇതൊന്ന് കടായിൽ അങ്ങനത്തെ മാറ്റിയാക്കി വേവിച്ചെടുത്താൽ മുട്ട ബജി, മുളക് ബജി, പഴംപൊരി അങ്ങനെ നിരന്നങ്ങ് നിൽക്കുകയാണ്. പൊറോട്ട അങ്ങനെ ലൈവായിട്ട് അടിച്ചു കൊടുക്കുക. ആർക്കാണ് വേണ്ടിയത്? കല്ലിൻ്റെ അടുത്തേക്ക് പോകാനില്ല, ഭയങ്കര ചൂട് കേട്ടോ. ബീഫ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ബീഫിനങ്ങനെ വരട്ടി ഇങ്ങനെ കടായിലിട്ടിട്ട് ചീച്ചിട്ട് ഇങ്ങനെ വരട്ടിട്ടിട്ട് പൊറോട്ടക്കല്ലിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചതാണ്. അങ്ങനെ എപ്പം നോക്കിയാൽ അതിനകത്ത് ഇങ്ങനെ എടുത്തിങ്ങനെ കൊടുക്കുക. അങ്ങനെ സെക്കൻഡ് റൗണ്ടിൽ ആയിഷ വീണ്ടും ഒരു മുട്ട ബജി പറഞ്ഞിട്ടുണ്ട്. ഷെമിന് ഒരു മുളക് ബജി. എങ്ങനെയുണ്ട്? പൊറോട്ട ഇങ്ങനെ 1, 2, 3 ആയിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് പൊറോട്ടൻ്റെ റൗണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ഗ്രേവി, ഫ്രീ ഗ്രേവിയാണ് കേട്ടോ. അതിന് ഉള്ളി ടേസ്റ്റ് ആളിയോ നോക്കി നോക്ക്. നല്ല നാട്ടിലൊന്നും ഇപ്പോൾ ഇങ്ങനെ കിട്ടൂല. നാട്ടിൽ ഗ്രേവി ഒന്നും അങ്ങനെ ടേസ്റ്റ് ആയിട്ടുള്ള വൃത്തിയുള്ള സാധനം കിട്ടാനില്ല. അങ്ങനെ നല്ല ഗ്രേവി അല്ലേ? ആയിഷക്ക് ഒരു സമയത്ത് ഇതിനെന്തെങ്കിലും പറയാം, സാൽന പൊറാട്ടന് സാൽന, ഓക്ക് സാൽന മതിയേനു. നല്ല സാൽന അല്ലേ? നല്ല കട്ടിയുണ്ട്. ചിലതിൻ്റെ ഒരു പറപ്പിക്ക്. നമ്മളെ യോധയിൽ നമ്മളെ ജഗതി പറയുന്ന മാതിരി ഫോറസ്റ്റ് മുഴുവൻ കാടാണ്. അങ്ങനെ നമ്മൾ മുത്തങ്ങ കൂടെ ഇങ്ങനെ പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മളെ പോകുന്ന വഴിക്ക് ഇതാണ് ക്ഷേത്രം, പെരുകുഴി ക്ഷേത്രം. അങ്ങനെ പോകുന്ന വഴിക്ക് കുറച്ച് ദൂരത്തായിട്ട് ആനയും മക്കളും. ഒരാന കൊമ്പനാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോകുമ്പോൾ ക്രോസിങ്ങിൽ കണ്ടിരുന്നു. ഒരു ഗ്രൂപ്പായിട്ട് ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ കളിക്കുന്നതെന്ന് തോന്നുന്നു. അതുപോലെയാ
ആണോ ആ സാധനം അട്ടക്കട പതുക്കെ ഇങ്ങനെ ക്രോസ് ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഏകദേശം നമ്മള് നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് വയനാട് കഴിഞ്ഞു. വയനാട് കഴിഞ്ഞിട്ട് നമ്മള് വെൽക്കം ടു കർണാടക ബോർഡറൊക്കെ കണ്ടു. ആണ് ചെക്ക് പോസ്റ്റ് കർണാടക അതിർത്തി ഫോറസ്റ്റ് ചെക്ക് പറയൂ. ഫോറസ്റ്റ് രൂപ നമ്മൾ ടോള് കൊടുത്തിട്ട് അങ്ങനെ പോവാണ്. ശരിക്ക് ജംഗിൾ മുഴുവൻ കാട് എന്ന് പറയുന്ന സ്ഥലമാണ് ഇപ്പൊ ഇതൊക്കെ. അല്ലയാ ജംഗിൾ മുഴുവൻ കാടല്ലേ ഐഷ? ജംഗിൾ മുഴുവൻ കാടാണോ? ജംഗിൾ മുഴുവൻ കാടാണോ? അങ്ങനെ മുത്തങ്ങ കേറി കർണാടക ചെക്ക് പോസ്റ്റ് ഇങ്ങനെ കഴിഞ്ഞ് പോകും. ഇടത്ത് ഭാഗത്ത് നല്ല വ്യൂ, അടിപൊളി വ്യൂ. പക്ഷെ ഇവിടെ നിന്ന് വണ്ടി നിർത്താനുള്ള പെർമിഷൻ ഇല്ല. വെറുതെ നമ്മളിങ്ങനെ വീഡിയോ ലോഡ് ചെയ്യാന്ന് മാത്രം. ആ ശബോധ അവിടെ നിന്ന് പറഞ്ഞ കാടൊരു മണവാട്ടി. ബന്ദിപ്പൂർ കാട് കഴിഞ്ഞ് നമ്മളുടെ ഒരു കർണാടക മൈസൂരേക്കുള്ള ഒരു ചെക്ക് പോസ്റ്റ് പാസ് ചെയ്ത് അങ്ങനെ പോവാം. അങ്ങനെ നമ്മള് കാട്ടിന്നൊക്കെ ഇറങ്ങി കൃഷിയിടം ഫുള്ളായിട്ട് കൃഷിയിടാണ്. കുറച്ച് നമ്മൾ സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇങ്ങനൊന്നും നമുക്ക് കിട്ടൂല. ഇവിടെ നിന്നുള്ള സാധനം ആയിരിക്കും ചിലപ്പോൾ കേരളത്തിലൊക്കെ എത്തുന്നത്. അതൊക്കെ ഉണ്ടോ മാന്തോപ്പാണത്. മാംഗോ ഗാർഡൻ ഉണ്ടോ? നോക്ക് ആയിഷ, അങ്ങോട്ട് നോക്ക്. മാങ്ങ കാണുന്നുണ്ടോ ആയിഷ? വണ്ടി എടുത്തപ്പോൾ വിചാരിക്കുക നമ്മളൊരു ഫുൾ ടാങ്ക് അടിക്കണം. ഫുൾ ടാങ്ക് അടിക്കാൻ വേണ്ടി വിട്ടുണ്ട്. ലിറ്റർ ഡീസൽ വേസ്റ്റ് 91. ഇവിടെ 91 ഉറുപ്പ്യാണ് മൂപ്പര് പറയണത്. നാടയിൽ ചെറിയൊരു വ്യത്യാസം. അങ്ങനെ 42 ലിറ്റർ. മൊത്തത്തിൽ മൂപ്പരൊരു 3900 കഴിച്ചത്. അങ്ങനെ നമ്മളെ യാത്ര ഇങ്ങനെ കണ്ടിന്യൂ പോയിക്കൊണ്ടിരിക്കുകയാണ്. മൈസൂർ ടച്ച് ആവാണ്ടാണ് നമ്മൾ പോകുന്നത്. ഔട്ടറിൽ കയറിയിട്ട് നമ്മൾ എക്സ്പ്രസ് ഹൈവേ പിടിച്ചു. എക്സ്പ്രസ് ഹൈവേയിൽ ഫസ്റ്റ് ടോളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ടോള് ക്രോസ് ചെയ്ത് നമ്മൾ യാത്ര ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ ടോൾ റോഡുകൾ നമ്മൾ ഫാസ്ടാഗ് നമ്മുടെ വണ്ടിയിൽ അസംബിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഫാസ്ടാഗ് റീചാർജ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അങ്ങനെ എന്തെങ്കിലും കാർഡുകൾ, ഇപ്പോൾ എൻ്റെ കയ്യിൽ എക്സർവീസ്മെൻ കാർഡ് ഉള്ളതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും അത് അക്സെപ്റ്റ് ആയിരിക്കണമെന്നില്ല. എല്ലാ സാഹചര്യത്തിൽ നമ്മൾ ഡബിൾ ചാർജ് നമുക്ക് കട്ടാവും. അപ്പം ഫാസ്ടാഗിനെ കുറിച്ച് അറിയാത്തവർ ഫാസ്ടാഗിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഡീറ്റെയിൽ പറയാം. എക്സ്പ്രസ് ഹൈവേ ബാംഗ്ലൂർ. അങ്ങനെ നല്ല തണുപ്പായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഏകദേശം യാത്ര ബാംഗ്ലൂർ എടുക്കാനായി. ബാംഗ്ലൂർ ഒരു ഓയോ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എവിടുന്നെങ്കിലും ഒരു ഫുഡ് കഴിക്കണം. അങ്ങനെ നമ്മൾ സിറ്റി ഇന്നായി, ബാംഗ്ലൂർ സിറ്റി ഇന്നായി. ബാംഗ്ലൂർ സിറ്റി ഇന്നായി നമ്മുടെ അളിയനെ നമുക്ക് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അളിയന് ഇന്ന് നമ്മളെ കൂടെ റൂമിൽ ആൾട്ടായിട്ട് നാളെ രാവിലെ അളിയനെ നമ്മൾ AC സെൻട്രലിൽ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ നല്ലൊരു ഉറക്കം. ഓക്കെ, ഗുഡ് നൈറ്റ്.